അതെ, പിന്നെ ചോദിക്കണമെന്നൊന്നും തോന്നില്ലേ. ഇനി ആരെയും സൈൻ ചെയ്യാനുള്ള പ്ലാനില്ലേ? ഇത്തവണ നമ്മളൊരു സ്ട്രോങ് ടീമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും വൈകാതെ നാളെ സൂര്യൻ അസ്തമിക്കും മുമ്പേ മറ്റൊരു സൈനിങ് ഉണ്ടാവും. അല്ല, ആളാരാ? നാളെ സൂര്യൻ ഉദിക്കും മുമ്പേ ആ പ്രകാശം നിങ്ങളിൽ പരന്നിരിക്കും. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ താരത്തെ സൈൻ ചെയ്തു. സ്പാനിഷ് താരമായിട്ടുള്ള യുവാൻ റോഡ്രിഗോസിനാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ പുള്ളിക്കാരൻ സെന്റർ ഡിഫൻഡർ ആയിട്ട് കളിക്കുന്ന ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ താരത്തിന് ഒരുപാട് ഗുണകരമാവും ബ്ലാസ്റ്റേഴ്സിന്. പുള്ളിക്കാരന്റെ മുൻ സ്റ്റാറ്റസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ലാലിഗയിൽ കളിച്ചിട്ടുണ്ട്, ബാഴ്സലോണക്കെതിരെ കളിച്ചിട്ടുണ്ട്. അന്ന് 6-1 അവർ പരാജയപ്പെട്ടു. ഒരു ഗോൾ സ്കോർ ചെയ്ത ആളാണ് നമ്മൾ ഈ യുവാൻ റോഡ്രിഗോസ്. പക്ഷെ സെൽഫ് ഗോളാന്ന് മാത്രം. ആ ഒരു സ്റ്റാറ്റസ് അങ്ങ് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. സോ ആ ഒരു സ്റ്റാറ്റസ് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ മുൻകാല പെർഫോമൻസ് ഒന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ഈ ടീമിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇദ്ദേഹം ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു താരം കൂടിയാണ്. അത് ബ്ലാസ്റ്റേഴ്സിന് ഏറെ ഗുണകരം. സോ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിന് വേണ്ടി നടത്തി ഈ ഒരു സൈനിങ് കൂട്ടി നോക്കാന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ കപ്പ് അടിക്കാനുള്ള സ്കോഡ് ഉണ്ടായി. പിന്നെ ഇവാൻ റോഡ്രിഗോസിന്റെ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു താരം കൂടിയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് ഗുണകരമാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ നമ്മൾ കപ്പടിക്കും ഉറപ്പാണ്. എന്തായാലും നമ്മൾ ഈ ഒരു സൂപ്പർ കപ്പിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളെ പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിലൊക്കെ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഒരു മികച്ച സൈനിങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സൈനിങ് ആണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനും അതുപോലെ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും